I dash a puppy recently. Adopt, have adopted, is adopting. They dash on a trip yesterday. Go, went, are going. കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്സും സെന്റൻസസും അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ആണല്ലോ ഇവിടെ ഉള്ളത്. സോ ഇത് നമുക്ക് റെഗുലർ ലൈഫിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും കിഡ്സിന് സ്കൂളിലേക്കായാലും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതുപോലെ മോർ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഐ ഡാഷ് അ പപ്പി റീസെൻ്റ്ലി. ഈ ബ്ലാങ്ക് സ്പേസ് എങ്ങനെ ഫില്ല് ചെയ്യുക? വി ഹാവ് 3 ഓപ്ഷൻസ് ഹിയർ. 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അഡോപ്റ്റ്, have adopted, is adopting. റീസെൻ്റ്ലി ഒരു പപ്പിയെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടേണ്ട മീനിങ്. സോ അപ്പോൾ നമ്മൾ അഡോപ്റ്റ് എന്ന് പറയോ അല്ല ഈസ് അഡോപ്റ്റിംഗ് എന്ന് പറയോ അല്ല ഹാവ് അഡോപ്റ്റഡ് എന്ന് പറയോ? മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ഹാവ് അഡോപ്റ്റഡ് ആണ്. ഹാവ് അഡോപ്റ്റഡ്. ഐ ഹാവ് അഡോപ്റ്റഡ് എ പപ്പി റീസെൻ്റ്ലി. ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു പപ്പീനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് V3 ആണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അഡോപ്റ്റഡ് എന്നും വന്നത്. അപ്പോൾ V3 യൂസ് ചെയ്യുമ്പോൾ ഹാവ് അതിൻ്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഐ ഹാവ് അഡോപ്റ്റഡ് എന്ന് വന്നത്. നെക്സ്റ്റ് ഫ്രേസ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ദേ ഡാഷ് ഓൺ എ ട്രിപ്പ് യെസ്റ്റർഡേ. ഗോ ആയിരിക്കും അവിടെ വരിക, വെൻറ്റ് ആയിരിക്കോ അല്ല ആർ ഗോയിങ് ആയിരിക്കോ? ദേ ഡാഷ് ഓൺ എ ട്രിപ്പ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, അപ്പൊ ഇന്നലെ അവർ പോയി എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഇന്നലെ പോകുന്നു എന്ന് പറയില്ല, ഇന്നലെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നും പറയില്ല. സോ ഇന്നലെ പോയി എന്നായിരിക്കും. അപ്പൊ പോയി എന്ന് മീനിങ് വരുന്ന വേർഡ് ഏതാ ഇതില്? വെന്റ് ആണല്ലേ. സോ ദേ വെന്റ് ഓൺ എ ട്രിപ്പ് യെസ്റ്റർഡേ. ദേ വെന്റ് ഓൺ എ ട്രിപ്പ് യെസ്റ്റർഡേ. ദേ ഡാഷ് ടു UK നെക്സ്റ്റ് മന്ത്. ഇതിന്റെ ബ്ലാങ്ക് സ്പേസിൽ വിൽ മൂവ് വരുമോ, ഹാവ് മൂവ്ഡ് വരുമോ, ഹാസ് മൂവ്ഡ് വരുമോ എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇതുപോലെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടും ഫിൽ ഇൻ ദ ബ്ലാങ്ക് സെൻറ്റൻസസിലൂടെയും കോൺവെർസേഷനിലൂടെയും ഒരു ട്രെയിനറുമായിട്ട്, ഒരു പേഴ്സണൽ ട്രെയിനറുമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു. English Mitra. Stop worrying, start learning.